ഫുട്ബോൾ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ സീമയിലേക്കുള്ള 2 ടീം റെഡിയായി കഴിഞ്ഞു. ഒന്ന് സ്പെയിനും ഒന്ന് അർജൻറ്റീനയും. സ്പെയിൻ നല്ല കളി തന്നെ കളിച്ച് ഏകദേശം നല്ല എന്താ പറയുക മിഡ്ഫീൽഡും നല്ല പ്രതിരോധവും ഉള്ളൊരു ടീമാണ്. അവർ കളിച്ച് അവർ ഫൈനലിലെത്തി. പക്ഷെ ക്രൂഷ്യൽ മൂമെൻറ്റ്സിലൂടെ കളിച്ച് ജയിച്ച് കയറിയ ടീമാണ് അർജൻറ്റീന. അവരെ എക്സ്പീരിയൻസും അവരെ തുണയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ വേൾഡ് കപ്പിലും 2014 വേൾഡ് കപ്പിലും അവരെ എക്സ്പീരിയൻസ് അവരെ തുണയ്ക്കുന്നുണ്ട്. അവർ ഇന്നവരെ കളിച്ച കളികളും ഇതിന് മുന്നുള്ള കളികളും എല്ലാം നല്ല പെർഫെക്റ്റ് കളിയാണ്. പിന്നിൽ നിന്നതിന് ശേഷം മുന്നിട്ട് വന്ന് ജയിച്ച കളികളായിരുന്നു. അപ്പോൾ ഈ ഫൈനലായപ്പോൾ ഞാനൊരു പ്രവചനം നടത്തുന്നത്, ഞാൻ എത്ര നാളും ഞാൻ വിചാരിച്ചിരുന്നത് ഫ്രാൻസും അർജൻറ്റീനയും കഴിഞ്ഞ തവണത്തെ വേൾഡ് കപ്പ് പോലെ തന്നെ ഫൈനൽ കളിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അത് ഉണ്ടായില്ല. കാരണം സ്പെയിൻ ഫ്രാൻസിന് പണി കൊടുത്ത് ഫ്രാൻസ് സെമി ഫൈനലിൽ പുറത്തായി. അപ്പോൾ ഈ കളിയിൽ സ്പെയിൻ നല്ല കളിയാണ്. പക്ഷെ ഞാൻ പ്രവചിക്കുന്നത് അർജൻറ്റീന ഈ കളി ജയിക്കും എന്നാണ്. ഫൈനൽ 2ാം വേൾഡ് കപ്പും അർജൻറ്റീന കൊണ്ടുപോകും. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ സ്പെയിന് ലാറ്റിൻ അമേരിക്കൻ ശൈലിയിൽ സ്പെയിനെതിരെ കളിച്ചാൽ സ്പെയിന് പിടിച്ചിരിക്കാൻ പറ്റില്ല. ലാറ്റിൻ അമേരിക്കൻ ശൈലി എന്ന് പറയുന്നത് സ്പീഡപ്പിൽ ബോൾ ചെറിയ ത്രൂ പാസ്സായിട്ട് കളിക്കുന്ന കളി. അർജൻറ്റീന ഫൈനലിൽ കളിച്ചാൽ അവരുടെ സ്വാഭാവിക കളിയാണത്. പഴയ രീതിയിൽ സ്വാഭാവിക കളി, പവർ ഫുട്ബോൾ അല്ലാതെ ബ്രസീൽ അതുപോലെ കളിക്കുന്നൊക്കെ കളിയിട്ടുണ്ട്. അതേപോലത്തെ കളി അർജൻറ്റീന ആ ഗ്രൗണ്ടിൽ കാഴ്ചവെച്ച സ്പെയിനിൻ്റെ അട്ടപടനം മൂഞ്ചും. ഉറപ്പാണ്. ഡിഫൻസ് വരെ കീറി മുറിക്കപ്പെട്ട് തോക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2010 വേൾഡ് കപ്പ് എടുത്തതിന് ശേഷം അജയ്യരായിട്ട് മുന്നോട്ട് പോയ അതേ സ്പെയിനെ കോൺഫെഡറേഷൻ കപ്പിൽ നെയ്മറും ടീമും അടിച്ചൊതുക്കിയത് നമ്മൾ കണ്ടതല്ലേ. അന്ന് ബ്രസീൽ കളിച്ച കളി, അന്ന് ബ്രസീൽ വലിയ ടീമൊന്നുമല്ല, പക്ഷേ ആ ബ്രസീൽ അന്ന് കളിച്ച കളി എന്ന് പറയുന്നത് അത് സ്പെയിന് വിചാരിക്കുന്നതിനും അപ്പുറത്തായിരുന്നു. കാരണം ടിക്കിടാക്കയും അവരുടെ ആ കളിക്കും ഒഴുക്കിനും എന്ത് പറയുന്നത് അതിവേഗത്തിലുള്ള പാസിങ്ങും ഇതായിട്ടാണ് ബ്രസീൽ അന്ന് കളിച്ചത്. അതുപോലത്തെ കളി അർജൻറ്റീന കളിക്കുകയും ചെയ്യും. ഇത്തവണ വേൾഡ് കപ്പ് അർജൻറ്റീന വീണ്ടും എടുക്കുകയും ചെയ്യും. നിങ്ങളുടെ അഭിപ്രായം പറയുക. ഞാൻ എൻ്റെ പ്രഡിക്ഷനാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഫ്രാൻസ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ കളി പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലായാണ്. കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ ഫൈനലിൽ കപ്പടിച്ച അർജൻറ്റീനയല്ല ഇത്തവണ കുറച്ച് എന്താ പറയുക സ്ട്രഗിൾ ചെയ്തിട്ടാണ് അർജൻറ്റീന മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ടീമിൻ്റെ ഒത്തുണർപ്പും ഒരുമയും കൂട്ടായ്മയും എക്സ്പീരിയൻസും ആ ടീമിന് ഈ വേൾഡ് കപ്പിൽ തുണച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, ഇത്തവണ വേൾഡ് കപ്പ് അർജൻറ്റീനയുടെ കയ്യിൽ തന്നെ ഇരിക്കും. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക.